السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. അർഹമുറാഹിമായ അള്ളാഹു, ഖാലിഖായ റാസിഖായ അള്ളാഹു പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് ആശയങ്ങൾ മനസ്സിലാക്കാനും ആ മനസ്സിലാക്കിയ ആശയങ്ങൾ ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ. രണ്ട് സഹോദരന്മാരെ പറ്റിയാണ് പറഞ്ഞത്. ഒരാള് വളരെയേറെ ദീനുമായിട്ട് ബന്ധമുള്ള ആൾ, മറ്റാൾ അഹങ്കാരിയാണ്. അഹങ്കാരിയായ സഹോദരൻ നല്ലവനായ സഹോദരനോട് നടത്തിയ അഹങ്കാരത്തിന്റെ വചനങ്ങളാണ് പറഞ്ഞത്. അയാൾക്ക് സമ്പത്ത് ധാരാളമുണ്ട്, നിറഞ്ഞ രണ്ട് തോട്ടങ്ങളുണ്ട്. ആ തോട്ടങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളുണ്ട്, വെള്ള സൗകര്യവും മറ്റു സൗകര്യങ്ങളൊക്കെയുണ്ട്. അതല്ലാത്ത വരുമാനങ്ങളും അയാൾക്കുണ്ട്. ഇങ്ങനെയുള്ള ഒരാളെ പറ്റിയാണ് ഇന്നലെ പറഞ്ഞു വന്നത്. അതിന്റെ ബാക്കി പറയട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ودخل جنته وهو ظالم لنفسه قال ما أظن أن تبيد هذه أبدا. ودخل ഈ അഹങ്കാരിയായ സഹോദരൻ പ്രവേശിച്ചു. ജന്നത്തഹു അവന്റെ തോപ്പിലേക്ക് പ്രവേശിച്ചു. വഹുവ അവൻ ളാലിമുൽ നഫ്സിഹി അവന്റെ നഫ്സിനോട് കടുത്ത അനീതി കാണിക്കുന്നവനാകുന്നു. അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹം ലഭിക്കുന്ന ഇവൻ ജീവിക്കേണ്ടുന്ന ഒരു ചിട്ടയുണ്ട്. ആ ചിട്ടയിലല്ല, അവൻ പൊങ്ങച്ചത്തിലാണ് ജീവിക്കുന്നത്. അവൻ അവന്റെ സ്വന്തം നഫ്സിനോട് അനീതി കാണിക്കുന്നവനാകുന്നു. കാരണം അവൻ അവിശ്വാസിയാണ്, പടച്ചവനെ നിഷേധിക്കുന്നവനാണ്, പടച്ചവൻ ചെയ്ത അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദികേട് കാണിക്കുന്നവനാണ്. എന്നിട്ട് അവൻ പറഞ്ഞത് കേൾക്കണം. ഖാല അവൻ പറഞ്ഞു, മാ അളുന്നു അൻ തബീദ ഹാദിഹി, ഈ തോട്ടവും ഈ തോട്ടത്തിലുള്ള ഫലങ്ങളും അതൊരിക്കലും ഇല്ലാതെയാകും, തീർന്നു പോകും എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അബദൻ, ഒരു കാലത്തും. ഇതെന്നും സമൃദ്ധമായിട്ട് ഇങ്ങനെ പഴങ്ങൾ കാഴ്ച നിറഞ്ഞ തോട്ടമായിട്ട് അത് എന്നും ഉണ്ടാകും. ഇതിന് ഒരു നാശവും സംഭവിക്കുമെന്ന് എനിക്ക് ഒരിക്കലും ഒരു തോന്നൽ പോലുമില്ല. അഹങ്കാരത്തിന്റെ വാക്കുവാൻ പറഞ്ഞു. മാത്രമല്ല, وما أظن الساعة قائمة ولئن رددت إلى ربي لأجدن خيرا منها منقلبا. ഇഹലോകവാസത്തിന്റെ ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പൊ ഇഹലോകം എനിക്കിവിടെ എന്നെന്നുണ്ടാകും, ഈ സുഖത്തിൽ ഞാൻ ഇങ്ങനെ ആറാടിക്കൊണ്ടിരിക്കും എന്നാണ് ഇപ്പൊ അതിന്റെ ആശയം. മാത്രമല്ല, വമാ അളുന്നു സാഅത ഖായിമത്തൻ, ഖിയാമത്ത് നാളെന്നൊരു സംഗതി ഇവിടെ നിലനിൽക്കും, ഉണ്ടാകും എന്ന് ഞാൻ ഭാവിക്കുന്നേ ഇല്ല. അങ്ങനെ ഒരു നാൾ ഇവിടെ ഇല്ല. ഖിയാമത്ത് നാളിനെ ഞാൻ അംഗീകരിക്കുന്നില്ല. അവൻ പറയാം, ഇനി വലയിൻ റുദിത്തു ഇലാ റബ്ബി, നിന്റെ വാക്കനുസരിച്ച് എന്നെ പരലോകത്തെ എന്റെ റബ്ബിലേക്ക് മടക്കപ്പെട്ടു എന്ന് വെക്കുക. എന്നാൽ തന്നെയല്ല, അജിതന്ന, തീർച്ചയായും ഞാൻ എത്തിക്കും, ഖൈറൻ, ഖൈറിനെ എത്തിക്കും, ഗുണകരമായതിനെ, സുഖകരമായതിനെ എത്തിക്കും, മിൻഹ, ഇന്നുള്ളതിനേക്കാൾ വളരെ സുഖകരമായ അവസ്ഥയെ ഞാൻ എത്തിക്കും. മൂങ്കലബൻ, മടക്ക സ്ഥലത്തിനാൽ. ഇന്ന് എനിക്ക് ഇവിടെയുള്ള സൗകര്യം എന്നല്ല അവിടെ ഉണ്ടാകുക, ഇതിനേക്കാൾ വലിയ സൗകര്യം അവിടെ ലഭിക്കും. ചുരുക്കത്തിൽ ഞാൻ എവിടെയും ചെറുതാവേണ്ട ഒരു ആവശ്യമില്ല എന്ന അഹങ്കാരത്തിന്റെ വചനങ്ങളാണ് അവനിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരുന്നത്. ഇതൊക്കെ കേട്ടുകൊണ്ട് നല്ലവനായ ആ സഹോദരൻ അയാൾക്ക് ചോദിക്കാനുള്ളത് ചോദിച്ചു. അതെങ്ങനെയാണ്? ഖാല ലഹു സ്വാഹിബുഹു വഹുവ യുഹാവിറുഹു അകഫർത ബില്ലദീ ഖലഖക മിൻ തുറാബിൻ സുമ്മ മിൻ നുത്ഫ സുമ്മ സവ്വാക റജുലാ. ഖാല ലഹു, ഈ അഹങ്കാരിയായ സഹോദരനോട് സ്വാഹിബുഹു അവന്റെ ഒപ്പമുള്ള ആൾ ചോദിച്ചു. വഹുവ യുഹാവിറുഹു, ഇദ്ദേഹവുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, അദ്ദേഹത്തെ തിരുത്തുകയാണ്. എന്നിട്ട് അദ്ദേഹം ചോദിച്ചു, എന്ത് ചോദിച്ചു? ആ കഫർത്ത, നീ നിഷേധിക്കുകയാണോ? ബില്ലദീ ഖലഖക, നിന്നെ പടച്ചവനെ സംബന്ധിച്ച് നീ നിഷേധിക്കുകയാണോ?
മിൻ തുറാബിൻ, മണ്ണിൽ നിന്നല്ലേ നിന്നെ പടച്ചത്. നിന്റെ ആദിമ പിതാവിനെ പടച്ചത് തുറാബിൽ നിന്നാണ്, ആദം നബിയെ. സുമ്മ പിന്നെ മിൻ നുത്ഫത്തിൻ, ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നാണ് പടച്ചത്. ഇങ്ങനെ നിസ്സാരമായ വസ്തുവിൽ നിന്ന് നിന്നെ പടച്ചിട്ട് ഇപ്പോ ഈ രൂപത്തിലൊക്കെ ആക്കി. ഇങ്ങനെയുള്ള പടച്ചവനെ നീ നിഷേധിക്കുകയാണ് അല്ലേ. സുമ്മ സവ്വാക്ക, ഇതിനെല്ലാം ശേഷം നിന്നെ അവൻ ചൊവ്വാക്കി, റജുലൻ, ഒരു പരിപൂർണനായ പുരുഷനായിട്ട് ചൊവ്വാക്കി. ഇതൊക്കെ അള്ളാഹു ചെയ്തതാണ്. ആ അള്ളാഹുവിന്റെ ഈ പ്രവർത്തനങ്ങളെയും അള്ളാഹു ചെയ്ത ഈ അനുഗ്രഹങ്ങളെയൊക്കെ മറന്നിട്ടാണല്ലോ നീ അഹങ്കാരത്തിന്റെ വാക്ക് പറയുന്നത്. ഞാൻ ഇവിടെ ഇങ്ങനെയാണ്, ഞാൻ അവിടെ ചെന്നാൽ ഇതിനേക്കാൾ വലിയ ആളാണ് എന്നൊക്കെ നീ പറയുന്നത് ഈ അനുഗ്രഹം ചെയ്ത പടച്ചവനെ മറന്നുകൊണ്ടാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ സഹോദരൻ തിരുത്തുകയുണ്ടായി. അദ്ദേഹത്തിന് ഉത്തരം പറഞ്ഞു, ലാകിന്നഹു അല്ലാഹു റബ്ബി വലാ ഉശ്രികു ബിറബ്ബി അഹദ. അതുകൊണ്ട് ഞാൻ ഒരിക്കലും നിന്റെ പാത സ്വീകരിക്കുന്നില്ല. ലാക്കിന്ന, പക്ഷെ എന്റെ വിശ്വാസം കേൾക്കണം. എനിക്ക് പറയാനുള്ളത്, ഹുവല്ലാഹു റബ്ബി, അവൻ അള്ളാഹുവാകുന്നു, അവനാകുന്നു എന്റെ നാഥൻ. എന്നെ പടച്ചതും എന്നെ പരിപാലിക്കുന്നതും എനിക്കുള്ള ഗുണങ്ങളൊക്കെ നൽകിയതും എന്നിലുള്ള എല്ലാ കാര്യങ്ങളെയും സൃഷ്ടിച്ചതും പരിപാലിക്കുന്നതും ഒക്കെ എന്റെ റബ്ബായ നാഥനാകുന്നു. അതുകൊണ്ട് തന്നെ വല ഉശ്രിക്കു റബ്ബി, എന്റെ റബ്ബിനോട് ഞാൻ പങ്കുചേർക്കുകയില്ല, അഹദൻ, ഒരാളെയും പങ്കുചേർക്കുകയില്ല. ഈ പറയപ്പെട്ട കാര്യങ്ങളിലൊന്നും ആർക്കും തന്നെ പങ്കില്ല. അതുകൊണ്ട് ഞാൻ അവനോട് ഒരു വസ്തുവിനെയും പങ്കുചേർക്കുകയില്ല. ഞാൻ എന്നും അവന് നന്ദിയുള്ളവനായിരിക്കും. നിന്നെ പോലുള്ള അഹങ്കാരത്തിന്റെ വാക്ക്, നീ പറയുന്നത് പോലുള്ള അഹങ്കാരത്തിന്റെ വാക്കുകൾ ഞാൻ ഒരിക്കലും പറയുകയില്ല. പടച്ച റബ്ബിനെ മറന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമോ ഒരു വാക്കോ എന്നിൽ നിന്ന് പുറപ്പെടുകയുമില്ല. ഇതായിരുന്നു ഈ കൂട്ടുകാരന്റെ ഉത്തരം. ഇത് ഒരു ഉപമയാണ്, സത്യവിശ്വാസിയുടെയും അസത്യവാദിയുടെയും ഉപമയാണ് ഇവിടെ പറഞ്ഞത്. മാത്രമല്ല ഇദ്ദേഹം പറയുന്നു, വലൗലാ ഇദ് ദഖൽത ജന്നതക ഖുൽത മാ ശാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇൻ തറനി അന അഖല്ല മിൻക മാലൻ വവലദാ. വലൗലാ ഇദ് ദഖൽത, നീ പ്രവേശിച്ചതായ സമയത്ത്, ജന്നത്തക്ക, നിന്റെ തോട്ടത്തിലേക്ക് നീ പ്രവേശിച്ചതായ സമയത്ത്, ഖുൽത, എന്തുകൊണ്ട് നീ പറഞ്ഞില്ല? നിന്റെ തോട്ടത്തിലേക്ക് കടന്നപ്പോൾ ഒരുപാട് പഴങ്ങൾ ഇതിൽ നിൽക്കുന്നതും അതിലൊന്നും യാതൊരു കുറവില്ലാത്തതുമായ ഒരു അവസ്ഥ നീ കണ്ടല്ലോ. അങ്ങനെ കാണുമ്പോൾ ഇതൊക്കെ അള്ളാഹു നൽകിയതാണല്ലോ, നീ എന്തുകൊണ്ട് പറഞ്ഞില്ല? മാഷാ അല്ലോ, അള്ളാഹു ഉദ്ദേശിച്ചതാണ്, ഇതൊക്കെ എന്റെ കഴിവിൽപ്പെട്ടതോ എന്റെ ഉദ്ദേശത്തിൽപ്പെട്ടതോ അല്ല. എന്ന് മാത്രമല്ല, ലാ ഖുവത ഇല്ലാ ബില്ലാഹി, അള്ളാഹുവെ കൊണ്ടല്ലാതെ യാതൊരു കഴിവുമില്ല ഈ തോട്ടത്തിനെ ഉണ്ടാക്കാനും അതിനെ വളർത്താനും അതിനെ പൂവുള്ളതാക്കാനും കായ്ക്കനികളുള്ളതാക്കി മാറ്റാനും ഇതുപോലെ സമൃദ്ധമാക്കാനും ഒക്കെ കഴിവുള്ളവൻ ഒരേ ഒരുത്തൻ മാത്രം, ലാ ഖുവത ഇല്ലാ ബില്ലാഹി, അവനല്ലാതെ, അവരെ കൊണ്ടല്ലാതെ യാതൊരുവിധ കഴിവുമില്ല എന്ന് പറയേണ്ടവനാണല്ലോ നീ. ഹദീസിൽ കാണാൻ കഴിയും, ഒരുത്തന് ഗുണകരമായ കാര്യത്തെ നൽകപ്പെട്ടു, അള്ളാഹുവിൽ നിന്ന് നൽകപ്പെടുന്നതാണല്ലോ എല്ലാം. അവന്റെ കുടുംബപരമായിട്ടോ സാമ്പത്തികമായിട്ടോ അവന് പുരോഗതി ഉണ്ടായാൽ അവൻ പറയേണ്ടത് മാഷാ അല്ലാഹു ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയണം. അങ്ങനെ പറഞ്ഞാൽ ലം യറ ഫീഹി മക്റൂഹൻ, അതിൽ അവന് ദുഃഖകരമായ ഒരു അവസ്ഥ ഉണ്ടാവുകയില്ല. അള്ളാഹു ആ നിഅമത്തിനെ നിലനിർത്തും, അല്ലെങ്കിൽ കൂടുതലാക്കും എന്ന് ഹദീസിലുണ്ട്. ഇതുപോലെ എന്തുകൊണ്ട് നീ പറഞ്ഞില്ല? ഇൻ തറനി, എന്നെ നീ കാണുന്നുവെങ്കിൽ, അന, എന്നെ തന്നെ, അഖല്ല മിൻക, നിന്നേക്കാൾ കുറവായിട്ട്, മാലൻ, സമ്പത്തിനാൽ, വലതൻ, സന്തതികളാലും കുറവായിട്ടാണ് നീ എന്നെ കാണുന്നത്. നിന്റെ ഒപ്പം എനിക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. നിന്നേക്കാൾ ആൾബലം കുറവാണ് എനിക്ക്. കുടുംബപരമായിട്ട് നിന്റെ അത്ര മക്കളോ കുടുംബങ്ങളോ ബന്ധങ്ങളൊന്നുമില്ല. സമ്പത്തിന്റെ കാര്യത്തിലും ഞാൻ നിന്നേക്കാൾ വളരെ പിന്നിലാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ തന്നെ فعسى ربي أن يؤتيني خيرا من جنتك ويرسل عليها حسبانا من السماء فتصبح صعيدا زلقا. ഫഅസാ റബ്ബി, എന്റെ റബ്ബ് കഴിയുന്നവനാകുന്നു, എന്റെ റബ്ബ് ആയേക്കും.
ആ യൂത്തിയനി എനിക്കവൻ നൽകുന്നവനായേക്കും ഖൈറം മിൻ ജന്നത്തിക നിനക്ക് ഈ നൽകിയതായ നിന്റെ ഈ തോട്ടമുണ്ടല്ലോ ഇതിനേക്കാൾ ഗുണകരമായതിനെ എനിക്ക് അവൻ നൽകിയേക്കും. അതിന് അള്ളാഹുവിന് കഴിയും. അപ്പൊ ഇല്ലാത്തവന് നൽകാനും അവനെ പുരോഗതിപ്പെടുത്താനും ഒക്കെ അള്ളാഹുവിന് കഴിയും. മാത്രമല്ല ഉള്ളവൻ്റെത് ഇല്ലാതെയാക്കാനും കഴിവുള്ളവൻ അവനാണ്. യുർസില അവൻ അയക്കാൻ കഴിവുള്ളവനാകുന്നു. അലൈഹ നിന്റെ ഈ ജന്നത്തിന്റെ മേല് ഹുസ്ബാനൻ നാശത്തെ. ഹുസ്ബാനി എന്നതിന്റെ അർത്ഥം സവായിക്ക് എന്നാണ്, പെട്ടെന്നുണ്ടാകുന്ന ആപത്തുകൾ. തഫ്സീർ ജലാലൈനിയിൽ കാണാം ഹുസ്ബാനി എന്നുള്ളത് ജംഉ ഹുസ്ബാനത്തിൻ ഐ സവായിക്ക എന്ന്. ഇടിത്തീ പോലുള്ള ആപത്തുകൾക്കാണ് അത് പറയാം. പെട്ടെന്നുള്ള നാശം അയക്കാൻ അള്ളാഹുവിന് കഴിയും. മിനസ്സമായി നീ വിചാരിച്ച ഭാഗത്തിൽ നിന്നല്ല, ആകാശഭാഗത്തിൽ നിന്ന്, മാനത്തിൽ നിന്ന് ഇടിത്തീ ഇറക്കാൻ അവൻ കഴിവുള്ളവനാകുന്നു. അങ്ങനെ ഇറക്കിയാലോ ഇപ്പൊ തുസ്ബിഹ നിന്റെ ഈ തോട്ടമായി തീരും. സ്വൈദൻ ജലക്കൻ തരിശായ ഭൂമിയായി തീരും. യാതൊരുവിധ ധാന്യത്തിന്റെയോ യാതൊരുവിധ വൃക്ഷത്തിന്റെയോ ചെടികളുടെയോ അടയാളമില്ലാത്ത തനി മിനുസമുള്ള മണ്ണ്. കാലിങ്ങനെ അതിൽ വെച്ചാലാണ്ട് വഴുതി പോകുന്ന ഒരു തടസ്സവുമില്ലാത്ത മണ്ണാക്കി മാറ്റും. ഇങ്ങനൊരു തോട്ടം ഇവിടെ നേരത്തെ ഉണ്ടായിരുന്നു എന്ന് യാതൊരുവിധ അടയാളവുമില്ലാത്ത രൂപത്തിലാക്കി മാറ്റാൻ പടച്ചവന് കഴിയും. അപ്പോ ഇല്ലാത്തവന് കൊടുക്കാനും ഉള്ളവൻ്റെത് ഇല്ലാതെയാക്കാനും ഒക്കെ കഴിവുള്ളവനാണ് അള്ളാഹു. അതുകൊണ്ട് എന്റെ മേൽ നീ അഹങ്കരിക്കണ്ട. നീ ചെയ്യേണ്ടിയിരുന്നത് ഇതാണ്. എന്ത്? ഈ തോട്ടത്തിൽ കടന്നിട്ട് ഇതൊക്കെ കണ്ടപ്പോൾ മാഷാ അല്ലാ ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറയേണ്ടവനായിരുന്നു നീ. എന്തേ അത് പറയാതിരുന്നത്? ഒന്നുകൂടി പറയട്ടെ. ഔ യുസ്ബിഹ മാഉഹാ ഗൗറൻ ഫലൻ തസ്തതിഅ ലഹു ത്വലബാ. ഔ യുസ്ബിഹ അല്ലെങ്കിൽ അള്ളാഹു ആക്കുന്നതിന് കഴിവുള്ളവനാകുന്നു. അള്ളാഹു ആക്കിയേക്കാം. മാഉഹ ഔ യുസ്ബിഹ മാഉഹ അല്ലെങ്കിൽ ആ തോട്ടത്തിന്റെ വെള്ളമായേക്കും. ഗൗറൻ അത് വറ്റിയതായേക്കും. ഇപ്പോൾ ഈ തോട്ടത്തിന്റെ ഈ കാണുന്ന ഉണർവും ഈ കാണുന്ന പുഷ്ടിയുമൊക്കെ ഇവിടെ വെള്ള സൗകര്യം ഉണ്ടായത് കൊണ്ടല്ലേ, ഈ തോട്ടത്തില് ജലം സമൃദ്ധമായിട്ട് ലഭിക്കുന്നത് കൊണ്ടല്ലേ. ആ വെള്ളം അങ്ങോട്ട് വറ്റിപ്പോകാനും സാധ്യതയുണ്ടല്ലോ. ഉണ്ട്. ഫലം തസ്തതിഅ അപ്പോൾ നീ കഴിവുള്ളവനാവുകയില്ല. ലഹു ആ വെള്ളത്തിന് ത്വലബൻ തേടാൻ. എവിടെയെങ്കിലും വെള്ളം അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ നിനക്ക് കഴിയുമോ? അള്ളാഹു വെള്ളത്താണ്ട് വറ്റിച്ചാൽ യാതൊരു മാർഗവുമില്ല. അള്ളാഹു എന്റെ ഔദാര്യമായിട്ട് അനുഗ്രഹമായിട്ട് നൽകുന്നതല്ലേ ഈ വെള്ളം. അപ്പോ ഒരിക്കലും തന്നെ നീ അഹങ്കരിക്കാൻ പാടില്ല. അള്ളാഹു നൽകിയ അനുഗ്രഹം കൈപ്പറ്റുന്ന നീ അള്ളാഹുവിന് വിധേയപ്പെട്ടുകൊണ്ട് ജീവിക്കണം. എന്നാലേ നിന്റെ ഈ തോട്ടത്തിന് നിലനിൽപ്പുണ്ടാകൂ. ഈ തോട്ടം ഉപകരിക്കേണ്ട സമയത്ത് ഉപകരിക്കൂ. പരലോകത്ത് നീ രക്ഷപ്പെട്ടവനാകൂ. وأحيط بثمره فأصبح يقلب كفيه على ما أنفق فيها وهي خاوية على عروشها ويقول يا ليتني لم أشرك بربي أحدا. وأحيط بثمره ആ തോട്ടത്തിലുള്ള അയാളുടെ പഴവർഗ്ഗങ്ങളെ വലയം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ നാശം കൊണ്ട് വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. എല്ലാം നശിച്ചു പോയി. ഫഅസ്ബഹ അങ്ങനെ അയാൾ ആയിത്തീർന്നു. യുഖല്ലിബു കഫൈഹി അയാളുടെ രണ്ട് കൈകളെയും മലർത്തുന്നവനായി തീർന്നു. അലാമ അൻഫഖ ഫീഹ ആ തോട്ടത്തിൽ അവൻ ചെലവഴിച്ചതിന്റെ മേൽ. ഈ തോട്ടം ഇങ്ങനെ ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര സമയം കളഞ്ഞിട്ടുണ്ട്, എത്രമാത്രം ഇതിലേക്ക് വെള്ളം തേവിയിട്ടുണ്ട്, എത്രമാത്രം വളം ചേർത്തിട്ടുണ്ട്, എത്ര പണം ചെലവാക്കിയിട്ടുണ്ട്, ആരൊക്കെ കൂലിക്ക് വിളിച്ചിട്ടുണ്ട്. പടച്ചോനെ, അതാണല്ലോ ഈ ആയത് എന്ന നിലക്ക് അവനിങ്ങനെ കൈ മലർത്തുകയാണ്. കൈ ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ കാണിക്കുക. യുക്കല്ലിബു തന്നെ കല്ലബ യുക്കല്ലിബു മറിക്കുന്നു. അവന്റെ രണ്ട് കരങ്ങളെ അവൻ മറിക്കുന്നു. അലാമ അൻഫഖ ഫീഹ ആ തോട്ടത്തിൽ അവൻ ചെലവഴിച്ചതിന്റെ മേൽ. വഹിയ ഇപ്പോൾ ആ തോട്ടം ഖാവിയത്തുൻ അലാ ഉറൂശിഹ അതിന്റെ പന്തലുകളുടെ മേൽ അത് വീണതാകുന്നു. അതിന്റെ തൂണുകളുടെ മേൽ അത് പന്തലിന് തൂണുകൾ ഉണ്ടാകുമല്ലോ, ആ പന്തലും തൂണും ആകെ വീണ് ഒന്നിനും പറ്റാത്ത രൂപത്തിലായിരിക്കുന്നു. ആകെ ഒടിഞ്ഞിരിക്കുന്നു. അവന്റെ ദുഃഖം എത്രയാണ്! ഇതേ ക്രമത്തിലാണ് ഈ ഭൗതികമായ നേട്ടങ്ങളും സുഖങ്ങളൊക്കെ അനുഭവിച്ച് ഇവിടെ ഇങ്ങനെ പൊങ്ങച്ചം പറഞ്ഞ് നടന്നു. നാളെ പരലോകത്തിലെത്തിയാൽ
ഫലം കിട്ടേണ്ടുന്ന സമയത്ത് ഒന്നും കിട്ടാതെ പെട്ടെന്നുണ്ടാകുന്ന നാശം, അതിനെയാണ് ഈ ഉപമയാക്കിയത്. വയഖൂലു, അവൻ പറയുന്നു, യാ ലൈതനി, ഞാൻ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു, ലം ഉശ്രിക്ക്, ഞാൻ പങ്കുചേർക്കാത്തവനായിരുന്നെങ്കിൽ നന്നായിരുന്നു, ബി റബ്ബി, എന്റെ റബ്ബിനോട്, അഹദൻ, ആരെയും പങ്കു ചേർക്കാത്തവനായിരുന്നെങ്കിൽ നന്നായിരുന്നു. വലിയ അബദ്ധമാണ് എനിക്ക് പറ്റിപ്പോയത്. ഈ ശിർക്കിൽ നിന്നൊന്ന് മാറി എന്നാൽ തന്നെ എനിക്ക് രക്ഷപ്പെടാമായിരുന്നു എന്ന് പറയും. ഈ തോട്ടത്തിന്റെ ഉടമ ഈ പെട്ടെന്നുള്ള നാശം വന്നപ്പോൾ ആകെ അങ്കലാപ്പിലായി ഞെട്ടിത്തെറിച്ച് കൈമലർത്തിയിട്ട് നിൽക്കുന്ന ഈ നിൽപ്പുണ്ടല്ലോ, ഓ, ഇത് നേരത്തെ നോക്കിയാൽ ശരിയാകുമായിരുന്നു. ഇതേപോലെയാണ് പരലോകത്ത് വെച്ചാൽ പറയുന്നത്, ശിർക്കിൽ നിന്ന് ഞാനൊന്ന് മാറി നിൽക്കുകയാണെങ്കിൽ എനിക്ക് രക്ഷപ്പെടാമായിരുന്നല്ലോ എന്നവൻ പറഞ്ഞു പോകും. വലം തകുല്ലഹു ഫിയത്തുൻ യൻസുറൂനഹു മിൻ ദൂനില്ലാഹി വമാ കാന മുൻതസിറാ. വലം തകുല്ലഹു, അവനുണ്ടായിട്ടില്ല, ഫിയത്തുൻ, ഒരു സംഘവും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ കാലത്ത് അവന്റെ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു, അവന്റെ സമ്പത്തുക്കൾ ഉണ്ടായിരുന്നു, അവന്റെ ബന്ധുമിത്രാദികൾ ഉണ്ടായിരുന്നു, അവന്റെ ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ ആരെയും ഇന്ന് കാണാനില്ല. വലം തകുല്ലഹു, അവനില്ല, ഫിയത്തുൻ, ഒരു സംഘവുമില്ല, യൻസുറൂനഹു, അവനെ സഹായിക്കുന്ന, മിൻ ദൂനില്ലാഹി, അള്ളാഹുവെ കൂടാതെ. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള ഈ നാശം വന്നപ്പോൾ അത് ഇവൻ സഹിക്കലല്ലാതെ ഇവനെ സഹായിക്കാൻ ആരെങ്കിലും വരുന്നുണ്ടോ? ആരുമില്ല. വമാക്കാൻ, അവൻ സ്വന്തത്തിൽ അവനല്ല, മുന്തസിറൻ, അവൻ പ്രതിരോധിക്കാൻ കഴിവുള്ളവനുമല്ല. ഈ നിലക്ക് അവൻ പെട്ടുപോയിരിക്കുന്നു. ഭൗതിക സുഖാഡംബരങ്ങളൊക്കെ അഹങ്കാരത്തിലായിട്ട് കഴിച്ചു കൂട്ടിയിട്ട് പരലോകത്തെത്തിയാലുള്ള അവസ്ഥയാണ് ഈ പറയുന്നത്. ആരും സഹായിക്കാനുണ്ടാവുകയല്ല. നഫ്സി നഫ്സിയുടെ ദിവസമാകുന്നു അത്. ഹുനാലികൽ വലായതു ലില്ലാഹിൽ ഹഖ് ഹുവ ഖൈറുൻ സവാബൻ വ ഖൈറുൻ ഉഖ്ബാ. ഹുനാലിക, ആ ഖിയാമത്ത് നാളിൽ, അൽ വലായത്തു, എല്ലാവിധ സഹായവും, ലില്ലാഹിൽ ഹഖ്, യാഥാർത്ഥ്യനായ അള്ളാഹുവിന് മാത്രമാകുന്നു. സഹായം അവനിൽ നിന്ന് കിട്ടണം. അവൻ അനുമതി നൽകുന്നവർക്ക് മാത്രമേ സഹായം ലഭിക്കൂ. മലക്കുകൾ സഹായിക്കും, നല്ലവർ അതിനൊക്കെ അള്ളാഹുവിന്റെ സമ്മതവും അവന്റെ അനുമതിയും ഉണ്ടെങ്കിൽ മാത്രമേ ആ സഹായം ലഭിക്കൂ. ഹക്കായ അള്ളാഹു ഉണ്ട്, അവൻ്റെത് മാത്രമാകുന്നു അന്ന് സഹായം. വേറെ ഒരു സഹായവും ആരും പ്രതീക്ഷിക്കരുത്, ലഭിക്കുകയുമില്ല. ഹുവ, ഇത് ഖൈറുൻ, ഖൈറാകുന്നു, സവാബൻ, പ്രതിഫലത്താൽ ഏറ്റവും ഗുണകരമായതാകുന്നു, വ ഖൈറുൻ നുഖ്ബൻ, അവസാനത്തിനാൽ, നുഖ്ബ എന്ന് പറഞ്ഞാൽ ആഖിബത്ത്, അന്ത്യത്തിനാൽ ഏറ്റവും ഗുണകരമായത് ഇതാകുന്നു. പരലോകത്തെ ഗുണമാണല്ലോ ഏറ്റവും വലിയ ഗുണം, പരലോകത്തെ പ്രതിഫലമാണല്ലോ ഏറ്റവും ഖൈറായ പ്രതിഫലം. അതാണ് പറഞ്ഞത്, ഇതാണ് പ്രതിഫലത്താൽ ഏറ്റവും ഗുണകരമായത്, ഇതാണ് അന്ത്യത്താൽ ഏറ്റവും ഖൈറായത്. അത് ലഭിക്കാൻ വേണ്ടിയിട്ട് കഠിനാധ്വാനം നടത്തുക എന്നല്ലാതെ ഈ തോട്ടത്തെ പോലെ ഈ ഭൗതിക ലോകം സുഖം സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ അഹങ്കാരിയായിട്ട് ഇതൊക്കെ നൽകിയ അള്ളാഹുമായിട്ട് അടുക്കാതെ അവനെ നിഷേധിച്ച് അല്ലെങ്കിൽ അവൻ പറഞ്ഞതിന് അനുസരിക്കാതെ നടന്നാൽ ഈ പറയപ്പെട്ടതുപോലെയായിരിക്കും അവന്റെ പരലോകം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. وَاضْرِبْ لَهُم مَّثَلَ الْحَيَاةِ الدُّنْيَا كَمَاءٍ أَنزَلْنَاهُ مِنَ السَّمَاءِ فَاخْتَلَطَ بِهِ نَبَاتُ الْأَرْضِ فَأَصْبَحَ هَشِيمًا تَذْرُوهُ الرِّيَاحُ وَكَانَ اللَّهُ عَلَى كُلِّ شَيْءٍ مُقْتَدِرًا. കഴിഞ്ഞ കാലത്തെ ജീവിതം പരലോകത്തിന് വേണ്ടിയിട്ട് ഇവൻ ഉപയോഗിച്ചില്ല. അങ്ങനെയുള്ളവനെ പറ്റി ഒരു ഉദാഹരണം പറയാം. വളിരിബ് ലഹും, നബിയെ തങ്ങൾ അവർക്ക് വിശദീകരിച്ചു കൊടുക്കണം. ഇളിരിബ് തന്നെ ബയാൻ ചെയ്തു കൊടുക്കണം. മസലൽ ഹയാത്തി ദുന്യ, ഇഹലോക ജീവിതത്തിന്റെ ഉപമ, അത് കമാഇൻ, വെള്ളം പോലെയാകുന്നു. അൻസൽനാഹു മിനസ്സമായി, ആകാശഭാഗത്തിൽ നിന്ന് ഞാൻ ഇറക്കിയ വെള്ളം പോലെയാകുന്നു. ആ വെള്ളം വല്ലാത്തൊരു അനുഗ്രഹമല്ലേ. ഭൂമി ഇങ്ങനെ ഉണങ്ങി വരണ്ട് കിടക്കുന്നു, യാതൊരുവിധ സസ്യങ്ങളോ യാതൊരുവിധ പച്ചയോ ഭൂമിയിലില്ല. ഇങ്ങനെയുള്ള നേരത്ത് ഭൂമിയിലേക്ക് ആകാശത്തിൽ നിന്നുള്ള അനുഗ്രഹമാകുന്ന വെള്ളം ലഭിച്ചാൽ എന്തുണ്ടാകും? ഫഖ്തലത ബിഹി നബാത്തുൽ അർളി, ഭൂമിയിൽ ഇങ്ങനെ ഉണങ്ങിക്കിടക്കുന്ന
ധാന്യങ്ങളുണ്ട്, അത് ഇതുമായിട്ടാണ്ട് കലരും, വെള്ളവുമായിട്ടാണ്ട് കലരും, വെള്ളം അതുമായിട്ടാണ്ട് കലരും. അങ്ങനെ അത് തമ്മിലാണ്ട് കലർന്നു കഴിഞ്ഞാൽ അവിടെ സസ്യങ്ങളൊക്കെ മുളച്ചു, അതിങ്ങനെ പൊങ്ങി വളരെ ഭംഗിയുള്ളതായി തീരും, കായ്ച്ചിങ്ങനെ നിൽക്കുന്നു. ഇതേ ക്രമത്തിലാണ് ഭൗതികം. ഇവിടെ അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങൾ ഇങ്ങനെ ലഭിക്കുമ്പോൾ ഇവന് ഇവിടെ വളരെ സൗകര്യമായിരിക്കും. ആര് കണ്ടാലും കൗതുകം തോന്നുന്ന രൂപത്തിലുള്ള നല്ല അനുഗ്രഹങ്ങളായിരിക്കും. പക്ഷേ ഒരു സമയം വരും, ആ സമയം വന്നാല് പിന്നീട് വേനലാണ്, വെയിലിന്റെ ചൂടാണ്. അന്നേരം അസ്ബഹ, മേൽ പറയപ്പെട്ടതായിത്തീരുന്നു, ഹശീമൻ, തുരുമ്പുകളായിത്തീരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന പുല്ലുകളും ചെടികളും ഒക്കെ വാടാൻ തുടങ്ങി, അതിന് മഞ്ഞ നിറം ബാധിച്ചു, അതൊക്കെ വാടി ഒടിഞ്ഞു കൊഴിഞ്ഞു, എന്നിട്ട് ഉണങ്ങി, അതൊക്കെ കഷ്ണങ്ങളായി, തുരുമ്പുകളായി. ഇനി അതിന്റെ അവസ്ഥ എന്താ? തദ്റുഹുരിയാഹു, കാറ്റ് അതിനെ പറപ്പിക്കും. ഒരു കാറ്റ് വന്നാൽ ഇതാകെ പറന്നു പോകുന്ന അവസ്ഥയിലായിരിക്കുന്നു. ഇതേപോലെയല്ലേ ഭൗതികം? അതിങ്ങനെ നിറഞ്ഞു നിൽക്കും. നിറഞ്ഞു നിന്നിട്ട് പെട്ടെന്ന് അവന് മരണം സംഭവിച്ചാൽ അവൻ്റെതൊക്കെ ഒടിഞ്ഞു നാശമായി, ഒക്കെ തുരുമ്പുകളായി, യാതൊരു ഉപകാരവും ഇല്ലാതെ അതങ്ങനെ പാറിപ്പോകുന്നു. കാറ്റിൽ പാറിപ്പോകുന്ന, കാറ്റതിനെ നീക്കിക്കളയുന്ന രൂപത്തിലായിരിക്കുന്നു. തദ്റൂഹു റിയാഹു, കാറ്റതിനെ നീക്കിക്കളയും, ഒരു വിലയുമില്ലാത്തതായിരിക്കും. വക്കാനല്ലാഹു, അള്ളാഹു ആയിരിക്കുന്നു, അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യങ്ങളുടെ മേലും മുഖ്തദിറൻ, കഴിവുള്ളവനായിരിക്കുന്നു. ഒരു സമയത്ത് ഇവന് നൽകിയതും മറ്റൊരു സമയത്ത് ഇവന് ഒന്നുമില്ലാത്തവനാക്കിയതും ഒക്കെ അള്ളാഹു ആകുന്നു, അള്ളാഹുവിന്റെ കഴിവാകുന്നു. ഏതായിരുന്നാലും ശരി, ഈ നശ്വരമാകുന്ന ഇഹലോകമായിട്ട് പിരിയുന്ന സമയത്ത് ഒരു സമ്പത്തുമായിട്ടും ഇവന് പോകാൻ കഴിയില്ല. ഈ സമ്പത്ത് കൊണ്ട് നാളത്തേക്ക്, പരലോകത്തേക്ക് സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ ആ സമ്പാദ്യം പരലോകത്ത് ഉപകാരപ്പെടും. അല്ലെങ്കിൽ ഈ പറയപ്പെട്ടതുപോലെ വിരല് കടിക്കേണ്ടി വരും. അർഹമുർ അള്ളാഹു നമുക്ക് ഈ ലോകത്ത് നൽകിയ നിഅമത്തുകൾ, അനുഗ്രഹങ്ങൾ പരലോകത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാനുള്ള മനസ്സും അതിനുള്ള കഴിവും അതിനാവശ്യമായതൊക്കെ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ.